ക്ലിംഗ് ഫോം ട്രേയുടെ താഴത്തെ ഭാഗത്തിൻ്റെ മണ്ടയിൽ ക്ലിംഗ് റാപ്പ് വെച്ച് നമുക്ക് മൊത്തത്തിൽ കവർ ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്കത് സ്പ്രിംഗ് ഫോം ട്രേയുടെ അകത്തേക്ക് വെച്ച് ലോക്ക് ചെയ്യണം. അപ്പോൾ നമ്മുടെ ട്രേ ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമ്മുടെ ആരോ റൂട്ട് ബിസ്ക്കറ്റിൽ ഒരു 35 എടുത്ത് പൊടിച്ച് അത് ഒരു 100 ഗ്രാം ബട്ടർ മെൽറ്റ് ചെയ്തുമായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് വെക്കാം. ഇത് നമുക്ക് ആദ്യത്തെ ലെയറായിട്ട് നമ്മുടെ സ്പ്രിംഗ് ഫോം ട്രേയുടെ അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഒരു ഇടികല്ല് വെച്ച് നന്നായിട്ട് ഇടിച്ച് സെറ്റാക്കി ഫ്രീസറിൽ 1 മണിക്കൂർ വെക്കാം. 1/4 കപ്പ് വെള്ളത്തിൽ 1 ടേബിൾ സ്പൂൺ ജെലാറ്റിൻ ഇട്ട് ഇളക്കി നന്നായി കുതിരാൻ വേണ്ടി വെളിയിൽ വെക്കാം. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് 1/2 കപ്പ് പാലിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് അതിലേക്ക് 5 രൂപയുടെ 3 ഡയറി മിൽക്ക് ഇട്ട് ഇളക്കി നിർത്തി ആറാൻ വേണ്ടി നമുക്ക് വെക്കാം. ഒരു വലിയ ബൗളിലേക്ക് 250 ഗ്രാം വിപ്പിംഗ് ക്രീമും 200 ഗ്രാം മിൽക്കി മിസ്റ്റിൻ്റെ ക്രീം ചീസും കൂടി ഇട്ട് കൊടുക്കാം. ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് അതിലേക്ക് നമുക്ക് കുതിർത്ത ജലാറ്റിൻ ഉരുക്കിയെടുക്കാം. എന്നിട്ട് ആറട്ടെ അവിടെ ഇരുന്ന്. ഇനി നമുക്ക് ക്രീം ചീസ് വിപ്പിംഗ് ക്രീം മിക്സിലേക്ക് ഡയറി മിൽക്ക് പാല് പഞ്ചസാരയുടെ മിക്സ് ആറിയത് ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുത്തതിലേക്ക് ജലാറ്റിൻ ആറിയതും കൂടി ഒഴിച്ച് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ബീറ്റ് ചെയ്തിട്ട് ഫസ്റ്റ് ലെയറിൻ്റെ മുകളിലേക്ക് നമുക്ക് സെക്കൻഡ് ലെയറായിട്ട് ഇത് ഒഴിച്ച് കൊടുത്ത് ഒരു 3-4 മണിക്കൂർ ഫ്രീസറിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. 5 രൂപയുടെ 12 ഡയറി മിൽക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് 3 ടേബിൾ സ്പൂൺ ഹണി, ഒരു 1/2 ടീസ്പൂൺ ജലാറ്റിനും ഒരു 30 ഗ്രാം ബട്ടറും ഒരു 1/4 കപ്പ് പാലും കൂടെ ഒഴിച്ച് നമ്മൾ ഡബിൾ ബോയിൽ ചെയ്ത് നന്നായിട്ട് മെൽറ്റ് ചെയ്ത് ആറി കഴിയുമ്പോൾ നമ്മുടെ സെക്കൻഡ് ലെയറിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് കൊടുത്ത് ഇനി നമുക്കൊരു 10 മണിക്കൂർ ഫ്രീസറിൽ ക്ലിംഗ് റാപ്പ് വെച്ച് കവർ ചെയ്ത് നമുക്ക് ഫ്രീസ് ചെയ്യാൻ വേണ്ടി വെക്കാം. അത് കഴിഞ്ഞ് ചെറി വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം. കട്ട് ചെയ്യുന്നതിന് 1/2 മണിക്കൂർ മുമ്പ് ഫ്രീസറിൽ നിന്ന് എടുത്ത് വെച്ചിട്ട് ക്ലിംഗ് റാപ്പ് നമുക്ക് റിമൂവ് ചെയ്യാം. സ്പ്രിംഗ് ഫോം ട്രേ ഓപ്പൺ ചെയ്യാൻ ഇടതുവശത്തെ കൈകൊണ്ട് ഇടതുവശത്തോട്ട് ഓപ്പൺ ചെയ്തിട്ട് വലതുവശത്തെ കൈകൊണ്ട് ഇടതുവശത്തോട്ട് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് പൊക്കിയെടുത്താൽ നമ്മുടെ ട്രേയിൽ നിന്ന് നമ്മുടെ കേക്ക് വിട്ട് കിട്ടും. ഇനി ആ ക്ലിംഗ് റാപ്പും കൂടെ ഒന്ന് റിമൂവ് ചെയ്താൽ നമ്മുടെ കേക്ക് നമുക്ക് സെർവ് ചെയ്യാം.